നമസ്കാരം പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മള് അയോധ്യ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ അതല്ലെങ്കിൽ അയോധ്യയുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളും വാർത്തകളിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ മാമ കൂട്ടിക്കൊടുപ്പ് മലയാള മാധ്യമങ്ങളിൽ വരുന്നതൊക്കെ നമ്മൾ ശ്രദ്ധയോടെ കാണാറുണ്ട്. അതിൽ ഏറ്റവും അവസാനം വന്നതാണ് അയോധ്യ ക്ഷേത്രത്തിന്റെ ആ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷമുള്ള മുഖ്യ പുരോഹിതൻ മരിച്ചതുമായി ബന്ധപ്പെട്ട്, അദ്ദേഹം സമാധിയായതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത. അത് ഈ പറയുന്ന ചന്ദ്രിക അടക്കമുള്ള മാധ്യമം, അതുപോലെ ഈ മറ്റേ നമ്മുടെ മുക്കാൽ വണ്ണം എന്നൊക്കെ ട്രോളുകാർ വിളിക്കുന്ന ചാനലുകളൊക്കെ, ഇവരൊക്കെ കൊടുത്തതിന്റെ രീതിയൊക്കെ നമ്മൾക്കറിയാം. അതായത് ബാബറി മസ്ജിദ് തകർത്ത്, പള്ളി തകർത്ത് ക്ഷേത്രം ഉണ്ടാക്കി ആ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി മരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതിലും ഈ സുപ്രീം കോടതിയായാലും ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥകളായാലും ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, അത് കോടതി വിധി വന്നാലും വേണ്ടില്ല, എന്ത് തന്നെ വന്നാലും വേണ്ടില്ല, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കേസല്ല, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, അങ്ങനെ ഈ നാടിന്റെ ശാന്തിയും സമാധാനവും തകർക്കണം, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിന്റെ തലയിൽ എങ്ങനെയെങ്കിലൊക്കെ ഒരു ദിവസം 2, 3, 4 തവണ ചവിട്ടി അരച്ചുകൊണ്ട് അത് സംഘിപ്പട്ടം അതല്ലെങ്കിൽ BJP പട്ടം, RSS BJP എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പുട്ടിന് പേരിടുന്ന പോലെ പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ഹിന്ദുവിനെ ഇങ്ങനെ തരംതിരിച്ച് ഇങ്ങനെ മാറ്റി നിർത്തണം. അത് തന്നെയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് അയോധ്യ എന്ന് പറയുന്ന ആ വിഷയം, അത് എവിടെ കണ്ടാലും അതിന്റെ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു പരാമർശം ഇത്തിരി പഴയ വീഡിയോ ആണ്, എന്നിരുന്നാലും ഈ അയോധ്യയിലെ മുഖ്യ പുരോഹിതനുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത വന്നതുകൊണ്ട് ഇതിന് ചെറിയൊരു പ്രസക്തി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പറയുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിലെ നമ്മുടെ സംഘ BJP ചാനലുകൾ അതല്ലെങ്കിൽ ആ ഒരു പക്ഷത്തുള്ള പേജുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഒക്കെ ഈ വീഡിയോ ഇട്ട് കൃത്യമായിട്ടും അമ്മാനമാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം ഞാൻ പറയുന്നില്ല, കേട്ടു നോക്കാം. ഇതില് നമുക്കറിയാം 24 ചാനലിലിരിക്കുന്ന ഹാഷ്മി എന്ന് പറയുന്ന ചങ്ങാതി ഉണ്ടല്ലോ, അതുപോലെ നമ്മുടെ ഭയരാജൻ എന്ന് വിളിക്കുന്ന P ജയരാജൻ, കണ്ണൂരിന്റെ ആർമി എന്നൊക്കെ അറിയപ്പെടുന്ന, എന്നാൽ വല്ല കേസും വന്നു കഴിഞ്ഞാൽ നെഞ്ചുവേദന അഭിനയിച്ചുകൊണ്ട് ഓടിത്തടിയെടുക്കുന്ന ധീരനായിട്ടുള്ള സഖാവ്, അദ്ദേഹത്തെ പരിഹസിക്കുകയല്ല, പക്ഷെ യാഥാർത്ഥ്യം പറഞ്ഞതാണ്. ഇവർ തമ്മിലുള്ള ഒരു ചർച്ച, എതിർപക്ഷത്തിരിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ യുവരാജ് ഗോകുൽ എന്ന് പറയുന്ന നമ്മുടെ പോരാളി, പോരാട്ട വീര്യമുള്ള യുവരക്തം, അത് തന്നെയാണ് യുവരാജ് ഗോകുൽ. പേര് പോലെ തന്നെ രാജാവ് തന്നെയാണ്. അറിവിന്റെ കാര്യമായാലും ചർച്ചയിൽ ആരോടും സംസാരിച്ച് വിജയിക്കാനുള്ള ആ കഴിവിന്റെ പേരിലായാലും എന്റെ സഹോദരൻ സുഹൃത്തായിട്ടുള്ള യുവരാജ് ഗോകുൽ, അദ്ദേഹത്തിന്റെ ആ ഒരു ചർച്ചയുടെ ഭാഗങ്ങൾ അത് കേൾക്കേണ്ടത് തന്നെയാണ്. അത് കേട്ടിട്ട് നമുക്ക് ഓടി വരാം. നമുക്ക് ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ശരിയുടെ ചടങ്ങ് നടത്തിയല്ലോ, സുപ്രീം കോടതി വിധിക്ക് ശേഷമാണല്ലോ ശരിയുടെ ചടങ്ങ് നടത്തിയത്. അതാരാണ്? നരേന്ദ്രമോദി. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിന് ശരിയിടാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഈ രാജ്യത്തിന്റെ അധികാര കസേരയിൽ ഒരു ഫാസിസ്റ്റ് ആധിപത്യം കൊണ്ടുവരാനുള്ള പരിശ്രമമാണ്. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനമല്ലോ, രാഷ്ട്രപതിയെ മാറ്റി നിർത്തിക്കൊണ്ട് മോദി അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇതാണ് രാജ്യത്തിലെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടാവസ്ഥ. അത് തിരിച്ചറിയാൻ കോൺഗ്രസ് നേതാക്കന്മാർക്കാവുന്നില്ല. ശിവരാജ് ഗോകുൽ ഒന്നാം തരം രാഷ്ട്രീയം തന്നെയാണ് തുറന്നു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അതിലേക്ക് പൊക്കൂടെ? അതല്ലേ കുറച്ചുകൂടി ജനുവിൻ? രാമജന്മഭൂമി ഞങ്ങളുടെ പ്രകടന പത്രികയിലുള്ള ഒരു വിഷയമാണ്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ വിഷയമാണ്, ഐഡിയോളജിക്കൽ ആയിട്ടുള്ള വിഷയമാണ്. അതിൽ നിന്ന് ഒരിക്കലും BJP ഷൈ ചെയ്ത് പുറകിലേക്ക് പോയിട്ടുമില്ല. അത് ആ രീതിയിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. അതിൽ പക്ഷേ നമ്മൾ അനാവശ്യമായ വൈകാരിക മുതലെടുപ്പുകൾക്കോ അല്ലെങ്കിൽ ഒരു വർഗീയ കലാപത്തിലേക്കുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനോ BJPയോ കേന്ദ്ര സർക്കാരോ താല്പര്യപ്പെടുന്നില്ല. പകരം പ്രൊഡക്റ്റീവായ രാഷ്ട്രീയമാണ് പറയുന്നത്. ഇപ്പൊ മോഹൻ വർഗീസ് ആണ് പറഞ്ഞതുപോലെ തന്നെ നാളെ അവിടെ ഒരു വിമാനത്താവളം, നാളെ അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്, വിമാനത്താവളം ഉണ്ടാവുകയാണ്. ആ അയോധ്യയുടെ മുഴുവൻ പിക്ചറും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റാർ ഹോട്ടൽ പോലും ഇല്ലാതിരുന്ന അയോധ്യയിൽ ഏതാണ്ട് 100 സ്റ്റാർ ഹോട്ടലുകൾക്കുള്ള ആപ്ലിക്കേഷനാണ് ഇതിനോടകം അവിടുത്തെ ഭരണാധികാരികളുടെ മുമ്പിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ അയോധ്യ പ്രൊഡക്റ്റീവായ ഒരു രാഷ്ട്രീയത്തിലേക്ക് വളരെ കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ശ്രീ P ജയരാജൻ, നോക്കൂ, അദ്ദേഹം ഇത് പറഞ്ഞത് കൊണ്ട് ഞാൻ കൂട്ടിച്ചേർക്കാം. കാരണം ഞാൻ 2 ആഴ്ച മുമ്പേ അയോധ്യയിൽ പോയ ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ടും അവിടെ നിന്നുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവിടുത്തെ അവസ്ഥകൾ പരിശോധിച്ച് അറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ടും പറയാം. 1 വർഷം കഴിഞ്ഞു പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് അയോധ്യയിൽ ഇന്നും ആ ക്ഷേത്രത്തിന്റെ ഒരുപാട് ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നു. 100 കണക്കിനായിട്ടുള്ള ആളുകൾ ഇന്നും അതിന്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല അയോധ്യയുമായി ബന്ധപ്പെട്ട്, ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള എത്രയോ തൊഴിലവസരങ്ങൾ, എത്രയോ ബിസിനസ് അവസരങ്ങൾ. ഇനിയിപ്പോ ഇതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ ഈ മഹാകുംഭമേളയെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. ഇവിടെ മലയാള മാധ്യമങ്ങളടക്കം ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദി, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഇവരൊക്കെ എത്രത്തോളമാണ് അതിനെ പരിഹസിക്കുന്നത് എന്ന് കേട്ടില്ലേ? പക്ഷെ കഴിഞ്ഞ ദിവസം
കൃത്യമായിട്ടും നമ്മുടെ യോഗി ആദിത്യനാഥ് പറഞ്ഞു, ഞങ്ങൾ ചിലവഴിച്ചത് എനിക്ക് തോന്നുന്നു 1500 കോടിക്ക് അടുത്ത് രൂപ എത്രയാണ് ഇതിന്റെ തയ്യാറെടുപ്പിന് വേണ്ടി ചെലവഴിച്ചത്. പക്ഷെ അതിന്റെ 100 ഇരട്ടിക്കടുത്ത് വരുമാനം ആ സംസ്ഥാനം ഇപ്പോൾ തന്നെ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അത്തരത്തിലൊരു കഴിവ്, അതാണ് ഒരു സംസ്ഥാനത്തിന്റെ കഴിവ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അയോധ്യ എന്ന് പറയുന്ന ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ പണ്ട് പട്ടേലിന്റെ പ്രതിമ സ്ഥാപിച്ചാൽ പട്ടിണി മാറുമോ എന്ന് ചോദിച്ചവന്മാരൊക്കെ ഇന്ന് അറിയേണ്ടതാണ്. ഈ പ്രതിമ സ്ഥാപിച്ചത് കൊണ്ട് ഏകദേശം 3000-ലധികം വരുന്ന കുടുംബങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ജീവിച്ചു പോകുന്നു. അതിലൂടെ വരുന്ന വരുമാനം വെച്ച് സർക്കാരിന് എത്രയോ കോടിക്കണക്കിന് രൂപയാണ് വരുമാനം വരുന്നത്. അതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്ന, പണ്ട് ട്രാക്ടറിനെതിരെയും കമ്പ്യൂട്ടറിനെതിരെയൊക്കെ സമരം ചെയ്തവന്മാർ ഇന്നിപ്പോൾ AI, ഇപ്പൊ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി വരുന്ന ഈ അന്തം കമ്മികൾ മാക്രികളോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് അയോധ്യയിൽ പോയൊരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ അയോധ്യയുടെ വികസനം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ മതി. കാരണം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് 5 സ്റ്റാർ ഹോട്ടലുകൾ, അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ലക്ഷക്കണക്കിന് വാഹനങ്ങൾ, മാത്രമല്ല ഇവിടെ വന്നിറങ്ങുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി അവിടുത്തെ ഭക്ഷണമായാലും പലതരത്തിലുള്ള വ്യാപാരം നടക്കുന്നു. അങ്ങനെ എത്രയോ കോടിയാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്ത് സംബന്ധിച്ചുകൊണ്ട് അവിടെ വന്ന് വരുമാനം വന്നുകൊണ്ടിരിക്കുന്നത്. ആ സംസ്ഥാനത്തിന്റെ അത്ര കണ്ടുള്ള ഉയർച്ച, ആ ഒരു വികസനം, അത് തന്നെയാണ് ഇതിനെ കൊണ്ടെല്ലാം ഒരു ക്ഷേത്ര സംസ്കാരമായാലും മറ്റൊന്ന് ഏതൊരു സംസ്കാരം, ഭാരത സംസ്കാരത്തിന്റെ ഓരോ ഭാഗങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അതൊക്കെ ഈ നാടിന്റെ, നമ്മുടെ ഭാരതം എന്ന് പറയുന്ന എന്റെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി മാത്രമായിരിക്കും. അല്ലാതെ ലോകത്താകമാനം സമാധാനം നശിപ്പിക്കാൻ വേണ്ടി ഏതോ ഒരു കാലത്തുള്ള ഏതോ ഒരു തന്റെ കിതാബും പൊക്കിപ്പിടിച്ച് വന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്നുകൊണ്ട് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി, എന്നിട്ട് ഞമ്മന്റെ രാജ്യം നിലപാടുണ്ടാക്കാൻ വേണ്ടി, സ്ഥാപിക്കാൻ വേണ്ടി നടക്കുന്ന ആ പരിപാടി ഈ പറയുന്ന ഭാരത സംസ്കാരത്തിനില്ല. ഇനി ഇത് പറഞ്ഞതുകൊണ്ട്, യുവരാജ് പറഞ്ഞതുകൊണ്ട്, അവിടുത്തെ വികസനം നേരിട്ട് കണ്ടതുകൊണ്ട് പറയാം. ഇനി ബാക്കി കേൾക്കാം. എന്താണ് പ്രശ്നം എന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹം പറയുന്നത് പാർലമെന്റ് മോദി ഉദ്ഘാടനം ചെയ്തു, അത് മോദി ഉദ്ഘാടനം ചെയ്തു, ഇത് മോദി ഉദ്ഘാടനം ചെയ്തു. സാർ, നരേന്ദ്രമോദിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് 303 MP കൊടുത്തിട്ട് പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഏറ്റവും വലിയ പാർട്ടിയാക്കിയതും ഭരണത്തിലെത്തിച്ചതും പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നതും. CPM-ന് അത്രയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പാർലമെന്റിന് ഭരണാധിപതി കൊടുത്ത മുഹമ്മദ് റിയാസിന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പാർലമെന്റിന്റെ മുന്നിൽ ഒരു ഫ്ലക്സ് കൊണ്ടുവയ്ക്കും. അതാണ് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം. വെറുതെ പ്രധാനമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തു, ഇത് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങ് വന്നിരിക്കുന്ന നേരം മുതൽ ഇവിടെ ഇരുന്ന് നുണ പറയുകയാണ്. അതുപോലെ തന്നെ ഹാഷ്മിയും കോടതി അന്യായ വിധി എന്നാണ്, അന്യായ വിധി എന്നൊക്കെയാണ് പറയുന്നത്. 1900 ഹാഷ്മി അദ്ദേഹം 12 നേരം പോലും പറയുന്നുണ്ട് സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായ പ്രശ്നമാണ് ഇത്, സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായ പ്രശ്നം അല്ല. അന്യായ വിധി എന്നുള്ള വാക്ക് ഹാഷ്മി ഉപയോഗിച്ചു. ഹാഷ്മി ഇത് പിന്നീട് ഒരിക്കൽ കൂടി കണ്ടു കഴിഞ്ഞാൽ ആരെയാണ് മനസ്സിലാവും. ഞാൻ ചോദിക്കട്ടെ, ഇത് സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായ പ്രശ്നമാണോ? അപ്പൊ 1886 ഫൈസാബാദ് ജില്ലാ കോടതി പുറപ്പെടുവിച്ച വിധി എന്തായിരുന്നു? 1853-55 കാലഘട്ടങ്ങളിൽ അവിടെ പൊട്ടിപ്പുറപ്പെട്ട വർഗീയതകൾ എന്തിന്റെ ഭാഗമായിരുന്നു? ഇത് രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇത് രാഷ്ട്രീയ പ്രശ്നമാണ് തന്നെയാണ് ഞാനും പറയുന്നത്. കാരണം 1114 മുതൽ 54 വരെയുള്ള കാലഘട്ടത്തിൽ ഗോവിന്ദ് ചന്ദ്ര എന്ന് പറയുന്ന ഭരിച്ചിരുന്ന കാലത്ത് ക്ഷേത്രം പണിതു. അത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റേതായ രാഷ്ട്രീയമായിരുന്നു. 1528 മുഹമ്മദ് ബാബറുടെ നേതൃത്വത്തിൽ ഈ ക്ഷേത്രം അവിടെ തകർക്കുന്നത് എന്തായിരുന്നു? അവരുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. ക്ഷേത്രം തകർക്കുന്നത്. അത് രാഷ്ട്രീയമാകുന്നില്ലേ? 1886 മഹന്ത് രഘുബർ ദാസ് അന്ന് ഫൈസാബാദ് ജില്ലാ കോടതിയിൽ പോകുമ്പോൾ ചോദിച്ചത് ആകെ 350 സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് അവിടെ പൂജ നടത്താൻ വേണ്ടിയിട്ട്. മഹാഭാരതത്തില് ആദ്യം പകുതി രാജ്യം 5 ഗ്രാമം 5 വീട് എന്നുള്ള നിലയിലേക്ക് ഇറങ്ങി വരുന്നത് പോലെ ഞങ്ങളുടെ സ്ഥലത്ത് പൂജ നടത്താൻ വേണ്ടിയിട്ട് ഒരു 350 സ്ക്വയർ ഫീറ്റ് സ്ഥലം തരുമോ എന്ന് ചോദിച്ചെടുത്ത് അതുപോലും പറ്റില്ല എന്ന് പറയുകയും ആ വിധി ഹാഷ്മിയുടെ അടുത്ത് നോക്കി നോക്കണം. എന്താണ് ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്? ഈ ബാബറി മസ്ജിദ് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിന്റെ മുകളിൽ ക്ഷേത്രം തകർത്ത് പണിഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ അവിടെ വലിയ കലാപം ഉണ്ടാകും, അതുകൊണ്ട് അനുമതി നൽകാൻ പാടില്ല എന്നാണ് ഫൈസാബാദ് ജില്ലാ കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താണ് അന്യായ വിധികൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, 2009-2010 കാലഘട്ടത്തിൽ ഹൈക്കോടതി വിധി വന്നു. UPA സർക്കാരാണല്ലോ ഇവിടെ ഭരിച്ചിരുന്നത്. ആ UPA സർക്കാരിന്റെ ജഡ്ജിമാരുടെ ജഡ്ജ്മെന്റ് ഒന്ന് എടുത്ത് നോക്കാമോ? എന്താണ് പറഞ്ഞിരുന്നത് എന്നുള്ള കാര്യത്തില്? ക്ഷേത്രത്തിന്റെ മുകളിൽ തന്നെയാണ് ഇത് പണിഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് ഏത് കാലത്താണ് സംശയം ഉണ്ടായിരുന്നത്? അപ്പൊ ഇതെങ്ങനെയാണ് സ്വാതന്ത്ര്യാനന്തര കാലത്തെ പ്രശ്നമാണെന്ന് P. ജയരാജൻ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന്റെ ചരിത്രം ഒന്നുകിൽ അദ്ദേഹം വ്യക്തമായി പഠിക്കാത്തതിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അദ്ദേഹം ചരിത്രത്തിനെ ഇടത് കണ്ണിലൂടെ മാത്രം കാണുന്ന ഒരു വിഷയമാണ്. പിന്നെ അദ്ദേഹത്തെ ഒരു കാര്യം കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചോളട്ടെ, CPM-കാരെ, നിങ്ങൾ ഗവൺമെന്റ് മതത്തിൽ ഇടപെടാൻ പാടില്ല, രാഷ്ട്രീയ മത പ്രശ്നത്തിൽ ഇടപെടാൻ പാടില്ല, ക്ഷേത്ര വിഷയങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നൊക്കെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. എന്തായിരുന്നു ശബരിമല വിഷയത്തിന് CPM കാണിച്ചു കൂട്ടിയത്? CPM-ന്റെ രാഷ്ട്രീയ തന്നെയല്ലേ നിങ്ങൾ ശബരിമല വിഷയത്തിൽ എടുത്തത്? മുമ്പ് വരുന്ന UDF സർക്കാർ എടുക്കുന്ന നിലപാടാണോ നിങ്ങൾ ശബരിമല വിഷയത്തിൽ? നിങ്ങൾ 2007 അച്യുതാനന്ദൻ അതിനുശേഷം ഞങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നവരാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ അതൊന്നും ചെയ്യാത്ത എന്തോ മഹത്വങ്ങളാണെന്നാണ് CPM അവകാശപ്പെടുന്നത്. CPM-നെ ഞാൻ തിരിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ്.
നിങ്ങൾ എടുത്ത നിലപാട്, നിങ്ങളുടെ രാഷ്ട്രീയമാണ് ഒരു ക്ഷേത്രത്തിന് നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. അതിന് നിങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നില്ല. ഒരു ദേവസ്വം പ്രസിഡന്റ് എന്ന് കണ്ടപ്പോൾ നിങ്ങൾ ടേബിൾ വെട്ടിക്കുറച്ചു. ഇവരെ കേരളത്തിൽ ആദ്യമായിട്ട് അധികാരത്തിൽ വന്നത് ശബരിമല ഡിവൈഎഫ്ഐ കേസിന്റെ റിപ്പോർട്ട് നിയമസഭയിൽ സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടല്ലേ, ടേബിളിൽ പറഞ്ഞിട്ടല്ലേ ഇവർ വന്നത്? ചെയ്തോ? ഇല്ലല്ലോ. അപ്പൊ രാഷ്ട്രീയവുമാണ് ഒന്ന് CPM-ന് ആവശ്യമുള്ള സമയത്തെടുത്ത് ഒരുപോലെ ഉപയോഗിക്കാം. മറ്റുള്ളവർ എന്തെങ്കിലും അതിന്റേതായ രീതിയിൽ പോസിറ്റീവ് വശത്ത് ഉപയോഗിച്ചാൽ മാത്രമേ കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയപ്പോ ഞമ്മന്റെ ഹാഷ്മിയുടെ കുരുവൊക്കെ പൊട്ടി വലിച്ചു. അതുകൊണ്ട് വേഗം ഇടപെട്ട് യുവരാജ് ഗോകുലിന്റെ മൈക്ക് തട്ടിപ്പറിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇതിന് പറയുന്നൊരു ഭാഷയാണ്, ഇന്ന് സാധാരണ പറയുന്നൊരു ഭാഷയാണ്. ക്ഷമിക്കണേ, അതിൽ അശ്ലീലുണ്ടോ എന്ന് എനിക്കറിയില്ല. അണ്ണാക്കിൽ കൊടുക്കുക എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഇത് തന്നെയാണ്, നേരിട്ട് കാണുന്നതാണ് ഇതൊക്കെ. ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ കാശി വിശ്വനാഥന്റെ, ഇപ്പൊ കാശി ക്ഷേത്രത്തിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അവിടെ പോയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അടുത്ത് നമ്മുടെ നന്ദികേശൻ ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്, ഏകദേശം 10-15 മീറ്റർ മാത്രം വ്യത്യാസത്തിൽ. അതായത് ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിന്റെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട് നന്ദികേശൻ ഉണ്ടാവുമെന്ന് നമ്മൾക്ക് അറിയാമല്ലോ. ഈ നന്ദികേശൻ ഇരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അത് ഇന്ന് ആരുടെ കയ്യിലാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അത്തരത്തിൽ ആ ഭാഗം കൃത്യമായിട്ടും തിരിച്ച് ചോദിച്ചുകൊണ്ട് ഹിന്ദുക്കൾ ഇന്ന് കേസുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല, മധുരയിൽ ഭഗവാന്റെ ആ വിഭാഗത്ത് അവിടെ കയ്യേറിയിട്ടുള്ള ആ പള്ളിയുമായി ബന്ധപ്പെട്ട് അതും ഹൈന്ദവൻ ഇന്ന് ഉണർന്നുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ചോദിച്ചു വാങ്ങുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതിനെതിരെ ഇന്ന് നമ്മുടെ ഒരുത്തനുണ്ടല്ലോ, എന്തിന്റെ പേര്, പി കെ ഫിറോസ് എന്നാണ്, മുസ്ലിം ലീഗിന്റെ എന്തോ ഒരു കൊണാണ്ടറാണ്. ഇവരൊക്കെ വലിയ മതേതരന്മാരാണ് എന്നാണ് ഇവിടെ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത്, മാധ്യമങ്ങളായാലും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ. എന്തിനേറെ പൊട്ടനായിട്ടുള്ള ഹിന്ദുക്കളും പൊട്ടന്മാരായുള്ള ക്രിസ്ത്യാനികളും വരെ പറയുന്നുണ്ട് മതേതരക്കാരാണ് ഈ മുസ്ലിം ലീഗുകാർ എന്നുള്ളത്. എന്നാൽ അവന്റെയൊക്കെ പേരിലുള്ള രാഷ്ട്രീയ സംഘടനയാണെന്നാണ് വെപ്പ്, മതേതര സംഘടനയാണെന്നാണ് വെപ്പ്. പക്ഷെ പേരിൽ മുസ്ലിം ലീഗ് എന്നാണ്. പിന്നെയോ ഇവന്റെയൊക്കെ പതാക എന്താണ്, ഇവന്റെയൊക്കെ കൊടി എന്താണ്, പാകിസ്ഥാൻ പതാകയ്ക്ക് തുല്യമായിട്ടുള്ള മറ്റേ ആ ചന്ദ്രക്കലയും കുന്തൊക്കെ വെച്ചിട്ടുള്ള പതാകയാണ്. അതുകൊണ്ട് ഇവന്റെയൊക്കെ കൂറ് എവിടെയാണ് എന്നുള്ളത് ചോദിക്കുന്നവർക്ക് തന്നെ നിസ്സംശയം അറിയാൻ പറ്റും. അത്തരത്തിൽ ഇവൻ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ വാരിയം കുന്നന്റെ പിന്മുറക്കാരാണ്, അയോധ്യയും കാശിയും മധുരയും ചോദിക്കുന്നു, വിട്ടുതരാനല്ല ഞങ്ങളുടെ പൂർവികൾ പള്ളി പണിതത്. അതായത് അയോധ്യ ക്ഷേത്രം സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ച് അവിടെ അയോധ്യ ക്ഷേത്രം പണിതുകൊണ്ട് അവിടെ കൃത്യമാണ് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് എല്ലാ സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോഴും അത് വീണ്ടും പൊക്കിക്കൊണ്ടുവന്ന് വർഗീയ കലാപത്തിലേക്ക് വിത്ത് പാകുന്ന
എന്തിനും ഏതിനും തന്റെ നാടിനെ ഒറ്റുകൊടുത്താലും വേണ്ടില്ല അന്നം തരുന്ന നാടെന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വിട്ടുപോയിട്ടുള്ള ഇന്നും ഇവിടെ പാകിസ്ഥാനിലേക്ക് അന്ന് വണ്ടി കയറി പോവാൻ ഇവിടെ മടിച്ചു നിന്ന അവന്മാരുടെ ആ പിന്തുലമറയായിട്ടുള്ള, എന്നാൽ ഭാവിയിൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ്, ഭാവിയിലല്ല എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഹിന്ദുവിൽ നിന്നും ക്രിസ്ത്യാനിയെ കൂട്ടേണ്ട, ഹിന്ദുവിൽ നിന്നും മതം മാറിയ ഈ പറയുന്ന വാരിയും കുന്നന്റെ വാളിന്തലപ്പ് കണ്ട് ഭയന്ന് വിറച്ച് മതം മാറിയവന്മാരുടെ പിന്തലമുറക്കാരാണ് യഥാർത്ഥത്തിലുള്ള ഈ PK ഫിറോസ് അടക്കമുള്ളവർ എന്ന് പറയേണ്ടതുണ്ട്. അതാണ് കോൺഗ്രസ് നേതാവ്, അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് ഒരിക്കൽ പറഞ്ഞത്, നിന്റെയൊക്കെ ബാപ്പാന്റെ പേര് ചെന്ന് തപ്പിക്കഴിഞ്ഞാൽ അവിടെ മുഹമ്മദും മമ്മദും ജബ്ബാറും ഒന്നും ആയിരിക്കില്ല, അവിടെ ശങ്കരനും അയ്യപ്പനും ഒക്കെ ആയിരിക്കും. പിന്നെ നിന്റെയൊക്കെ ഉമ്മാന്റെ പേര് തേടി ചെന്നാൽ അവിടെ സാവിത്രിയും അവിടെ പ്രസന്നയും അംബികയും ഒക്കെ ആയിരിക്കുമെന്ന് ആര്യാടൻ മുഹമ്മദ് പച്ചയ്ക്ക് ധീരമായി പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ വാരിയും കുന്നന്റെ പിന്തുലമുറക്കാരല്ല, നിങ്ങൾ ഇവിടെ അയ്യപ്പന്റെയും ശങ്കരന്റെയും സാവിത്രി അമ്മയുടെയും അംബിക അമ്മയുടെയും അന്തർജനങ്ങളുടെയും ഒക്കെ ഈ പറയുന്ന വാളിൻ തലപ്പ് കണ്ട് ഭയന്ന് വിറച്ച് മതം മാറിയ അവരുടെ പിന്തലമുറക്കാരാണ് എന്ന് കൃത്യമായിട്ടും പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് വാരിയം കുന്നന്റെ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങോട്ട് രംഗത്ത് വന്നു കഴിയുന്ന ഈ PK ഫിറോസുമാരെ നിങ്ങൾ ഇനിയും മനസ്സിലാക്കണം. ഇവിടെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആളുകളാണ്, കാംക്ഷിക്കുന്ന ആളുകളാണ് യഥാർത്ഥ മുസ്ലിങ്ങളെങ്കിൽ ആ മുസ്ലിങ്ങൾ തന്നെ പച്ചയ്ക്ക് പറയണം, ഇതല്ല നീയൊന്നും പറയേണ്ടത്. വാരിയം കുന്നൻ ഇവിടെ ചെയ്തത് 13,000-ലധികം വരുന്ന ഹിന്ദുക്കളെ എന്തിന്റെ പേരിലാണ് കർഷക സമരമെന്നും ബ്രിട്ടീഷുകാർക്കെതിരെയാണെന്നും പറഞ്ഞുകൊണ്ട് കൊന്നൊടുക്കിയതെന്ന് ചോദിക്കാൻ ഇവിടെ എന്ന് ഓരോ മുസ്ലിം നാവ് ഉയർത്തുന്നു, അന്ന് ഈ നാട് ശാന്തിയും സമാധാനത്തിലേക്കും പോകും. അത് തന്നെയാണ് ഉത്തർപ്രദേശ് അടക്കമുള്ള സകല BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കളിത്തട്ടിലായി മാറിയ, ലോകത്തിന്റെ ഇസ്ലാമിക ഭീകരതയുടെ ഹബ്ബായി മാറിയിട്ടുള്ള എന്റെ ദൈവത്തിന്റെ നാടായിരുന്ന ഈ കേരളം, ഇന്ന് ചെകുത്താന് തീരെഴുതി കൊടുത്ത ഈ ഭരണം ഇവിടെ നശിക്കുക തന്നെ ചെയ്യും. ഇവിടെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായിട്ടുള്ള മണ്ണിന്റെ നിറമുള്ള, അതല്ലെങ്കിൽ ഭാരതമാതാവിന്റെ നിറമുള്ള ആ ചാര നിറമുണ്ടല്ലോ, ആ ഒരു എന്താണ് പറയുക, ആ കൊടിയുടെ കാവി കളറുണ്ടല്ലോ, അതിലേക്ക് ഈ കേരളവും മാറും എന്നുള്ളത് നിസ്സംശയം പറയുക തന്നെയാണ്. അത്തരത്തിലേക്ക് തന്നെയാണ് ഇവിടുത്തെ ഉള്ള ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകളായി കഴിഞ്ഞാലും, ഈ പറയുന്ന മതേതര മുസ്ലിം ലീഗുകളായി കഴിഞ്ഞാലും, ഇവിടെ 6.5 പതിറ്റാണ്ട് രാജ്യത്തെ കട്ടുമുടിച്ച് രാജ്യത്തെ 6.5 പതിറ്റാണ്ട് 65 വർഷം പിന്നോട്ടടിച്ച അടിമ ഗണ്ടികളാണെങ്കിലും ചെയ്തു വെച്ചിട്ടുള്ളത് അത് ഇന്ന് തിരിച്ചറിയുന്ന ജനത അവർ കുറെ മുന്നോട്ട് വരുന്നുണ്ട്. ഇവിടെ ചാച്ചര കേരളം 100% ചാച്ചര നേടിയവനാണ് ഞാൻ, പ്രബുദ്ധനാണെന്ന് പറയുന്ന, എന്നാൽ സകല മണ്ടത്തരങ്ങളും സകല പൊട്ടത്തരങ്ങളും അടിമത്തവും ഇന്നും പേറി നടക്കുന്ന മലയാളി ഇതെല്ലാം തിരിച്ചറിയുന്ന ആ നിമിഷമുണ്ടല്ലോ, ആ നിമിഷത്തിലേക്ക് കേരളവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്തും എല്ലാവരെയും പൊട്ടന്മാരായി നയിക്കാനാവില്ല, പൊട്ടന്മാരാക്കാനാവില്ല, അടിമകളാക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ നന്ദി എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.